ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. YLFൻ്റെ സെക്കൻഡ് എഡിഷന് പോകുകയാണ്. ഇത്തവണയും ഒറ്റയ്ക്കുള്ള യാത്രയാണ്. രാവിലെ 5:30 നമ്മുടെ അമൃത ബസ്സിൽ കയറി നേരെ വൈറ്റ്ല ഹബ്ബിൽ വന്നിറങ്ങി രവിപുരത്തേക്ക് ബസ് പിടിച്ചു. രവിപുരത്ത് ചെന്നിറങ്ങി അടുത്ത ഫോർട്ട് കൊച്ചി ബസ് വരുന്നിടം വരെ കാത്തിരുന്ന് ഫോർട്ട് കൊച്ചി ബസ്സിന് കയറി നേരെ ഫോർട്ട് കൊച്ചി ചെന്നിറങ്ങി. പിന്നെ ഒരു പോക്കായിരുന്നു. എന്തോ ഒരു മായിക ലോകത്തിൽ പെട്ട ഒരവസ്ഥയായിരുന്നു. കാരണം ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ്, ഒരുപാട് സുഹൃത്തുക്കൾ, വോളണ്ടിയറായിട്ടാണ് ഞാൻ ഇത്തവണ പോയതെങ്കിലും പിന്നെ ആങ്കറിങ്ങിലാണ് ചെന്ന് അവസാനിച്ചത്. കുറേ അടിപൊളി മൊമെൻറ്റ്സ്. എനിക്കറിയില്ല, ഒരു മായിക ലോകത്തിൽ ചെന്നെത്തിയ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. കാരണം കുറേ ആൾക്കാർ, കുറേ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ എഴുത്തുകാർ, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സുഹൃത്തുക്കളെയൊക്കെ കാണാൻ പറ്റുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഫെസ്റ്റിവലിലെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. One of the best women journalists of the country, Ms. K.K. Shahina, with her unique style in live television acting. எப்பயுமே இருந்திருக்கும். தொடர்ந்து அதுக்காக நம்ம போராடிட்டு இருக்கோம். திராவிட முன்னேற்ற கழகத்தை எடுத்துட்டீங்கன்னா நீங்க വരാനുള്ള 3 നാളുകൾ സാഹിത്യത്തിന്റെ കാലാതീതമായ സൗന്ദര്യവും ഇന്നിന്റെ ഊർജ്ജസ്വലമായ ശബ്ദങ്ങളും ഒരുമിക്കുന്ന അക്ഷരോത്സവത്തിൻ്റെതാണ്. പുതിയ കണ്ടെത്തലുകളുടെയും പുതിയ മാറ്റങ്ങളുടെയും ഈ യാത്ര നമ്മൾ ആരംഭിക്കുമ്പോൾ നമ്മെ ചേർത്ത് നിർത്തുന്ന വികാരമായി, നമ്മെ ചിന്തിപ്പിക്കുന്ന വാക്കുകളായി പ്രിയമുള്ളവരെ, യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ DYFIയുടെ മുഖമാസികയായിട്ടുള്ള യുവധാരയുടെ നേതൃത്വത്തിലാണ് രാജ്യത്ത് തന്നെ ഒരു യുവജന സംഘടന ഇതുപോലെ വിപുലമായ ഒരു സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഒപ്പം ചേർന്നിരിക്കുന്ന മറ്റ് വിശിഷ്ടാതിഥികളെയും ഫെസ്റ്റിവൽ ഡയറക്ടർ ശ്രീ ബെന്യാമിൻ, ചീഫ് ഗസ്റ്റ് ആയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കനിമൊഴി കരുണാനിധി, വിവേക് ഷാൻബാഗ്, ശ്രീ NS മാധവൻ, A റഹീം MP, അഡ്വക്കേറ്റ് M അനിൽകുമാർ, VK സനോജ്, SR അരുൺ ബാബു, ചിന്ത ജെറോം, ഗ്രീഷ്മ അജയ് ഘോഷ്, R ശ്യാമ, M ഷാജർ, KJ മാക്സി MLA, V വസീഫ് എന്നിവരെ. അവരൊരു ടൂളാക്കി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അവർക്ക് പോലും മനസ്സിലാവുന്നില്ല, പലപ്പോഴും അവർക്ക് മനസ്സിലാവുന്നില്ല. അവരെ കാണിക്കുന്നുണ്ട് വെച്ചാൽ അവർക്ക് ചില അധികാരത്തിൻ്റെയോ അല്ലെങ്കിൽ ഉയർന്ന സ്ഥാനങ്ങളുടെയോ അപകർഷണം നീട്ടിയിട്ട് അവരെ ഇതിൻ്റെ അകത്തേക്ക് ആകർഷിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ഈ കല്യാണ വീടുകളിലൊക്കെ മുൻപ് ഈ ലൈറ്റിലേക്ക് പ്രാണി വന്ന് വീഴുമ്പോൾ എണ്ണ പുരട്ടി വെക്കും, ഈ വെളിച്ചെണ്ണയിൽ കടലാസ് മുക്കിയിട്ട് തൂക്കി വെക്കും. ഇതുപോലെ ഇതിൻ്റെ മുകളിൽ വന്ന് പറ്റിപ്പിടിക്കാൻ വരും. ഈ പറ്റിപ്പിടിക്കലോടുകൂടെ ഇതിൻ്റെ അകത്ത് ഇവരുടെ തലച്ചോറും കൂടെയാണ് പണയപ്പെടുന്നത്. ഈ തലച്ചോറിനെ പണയപ്പെടുത്തിയിട്ട് അതിനെ തങ്ങളുടെ ടൂളാക്കി ഉപയോഗിക്കുകയാണ്. ഈ ടൂളാക്കി തങ്ങളുടെ ആവശ്യം കഴിയുമ്പോൾ ഒരു സാധ്യതയും ഇല്ലാത്ത വിധം ഇവരെ പുറംപോക്കിലേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. ഒരു സാധ്യതയും ഇല്ല. ഇപ്പം കാകപുരം ഇപ്പോൾ ഡിലാൻ തോമസ് എന്ന് പറയുന്ന കവിക്ക് നോബൽ സമ്മാനം കിട്ടുന്നു. അതേസമയം ബോബ് ഡിലാന് കിട്ടുകയും ചെയ്തു. ഇത് പ്രചാരവുമായിട്ട് ബന്ധപ്പെട്ട, കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഇത്തരം പുരസ്കാരങ്ങളിൽ പോലും ഉണ്ട് എന്നുള്ള ആരോപണങ്ങൾ നിൽക്കുന്ന സമയത്ത് ആഗോള മാർക്കറ്റിൽ കവിത, പക്ഷേ നമ്മുടെ ഈ കൊച്ചു മലയാളത്തിൽ അങ്ങ് വേഡ്സ്വർത്ത് മുതൽ റോബർട്ട് ഫ്രോസ്റ്റ് മുതൽ ഷിംബോസ്കയോ അല്ലെങ്കിൽ ഇപ്പോൾ ലൂയിസ് ഗ്ലിക്ക് വരെയോ വിവർത്തനം ചെയ്ത് എത്തപ്പെടുന്നു. അപ്പോൾ നമ്മുടെ കവിത അങ്ങനെ അത്തരത്തിൽ വിവർത്തനം ചെയ്യപ്പെടുന്നുണ്ട്. വ്യാപകമായി എത്താത്തതിൻ്റെ കാരണങ്ങളുണ്ട്. ആഗോള വിപണിയിൽ കവിതാ പുസ്തകങ്ങൾ എങ്ങനെ സ്വീകരിക്കപ്പെടുന്നു അതിൻ്റെ
വ്ളോഗും മറക്കാതിരുന്ന് കാണുന്നത്. നിക്കാനിക്കായി ആദ്യമായിട്ട് വ്ളോഗ് കിട്ടുന്നത്. ഇപ്പോൾ ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഈ വർഷത്തെ വാക്കായിട്ട് തിരഞ്ഞെടുത്തത് ബ്രെയിൻ റോട്ട് എന്നാണ്. ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത് ഒരു തരം മന്ദബുദ്ധികളായിട്ട് മാറുകയാണ് നമുക്ക് അറ്റൻഷൻ. കവിത എന്ന് പറയുന്ന മാധ്യമമാണെങ്കിലോ മനുഷ്യൻ്റെ അറ്റൻഷൻ ഏറ്റവും അധികം ആവശ്യപ്പെടുന്ന ഒന്നാണ്. കാരണം ഇത് ഒരു ഒറ്റ കേൾവിയിൽ ഒടുങ്ങുന്നില്ല. അനേകം അടരുകളുള്ള ഒരു ഭാഷയുടെ അനേകം അടരുകളുടെ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ കവിത അതിന് കാണിക്കേണ്ട യാതൊരു തരത്തിലുള്ള അവധാനതയും ശ്രദ്ധയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല വളരെ ജനാധിപത്യ വിരുദ്ധമായി കൊണ്ട് തന്നെയാണ് NAP നടപ്പിലാക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം. എന്താണ് നേരത്തെ പറഞ്ഞു ഈ പോയിന്റിലേക്ക് എന്താണ് ഇപ്പോൾ വീണ്ടും ചോദിക്കുന്നത്. ആത്യന്തികമായി നേരത്തെ ഫുഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ആൾക്കാർ കഴിക്കാൻ പറഞ്ഞല്ലോ, അത് കഴിക്കാൻ engage in art making as a work in progress to save the nation. So art becomes a site to dissent, to defend, to argue, to speak about the മൂന്നാം ദിവസമായ ഇന്ന് വേദി 3 മഞ്ഞിൽ അടുത്ത സെഷൻ ആരംഭിക്കുകയാണ്. സെഷൻ കവിത ഫ്രം കാശ്മീർ ടു കന്യാകുമാരി. ഇതിനായി നമ്മളുടെ കൂടെ ഇവിടെ സംസാരിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ളത് സ്വാമി അന്തർനീരം, അൻവർ അലി, കവിൻ മലർ, മോഡറേറ്ററായി എത്തിച്ചേർന്നിട്ടുള്ളത് ആദിൽ മഠത്തിൽ എന്നിവരാണ്. ഏവരെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. സ്വാമി അന്തർനീരം ഗുർവീന്ദർ സിംഗ് എന്നാണ് യഥാർത്ഥ പേരെങ്കിലും സ്വാമി അന്തർനീരം എന്ന പേരിലാണ് എഴുതുന്നത്. പഞ്ചാബി, പഹാഡി ഭാഷകളിലായി എഴുതുന്നു. ഇന്ത്യൻ കവിതയിൽ വേറിട്ട് കേൾക്കുന്ന ശബ്ദമാണ് സ്വാമി അന്തർനീരവിൻ്റെത്. കാശ്മീരിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തെ സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. മലയാള സാഹിത്യത്തിലെ ഉത്തരാധുനിക കവികളിൽ ശ്രദ്ധേയനാണ് അൻവർ അലി. കവിത, വിവർത്തകൻ, എഡിറ്റർ, സിനിമ, ഡോക്യുമെന്ററി എഴുത്തുകാരൻ, ചലച്ചിത്ര ഗാന രചയിതാവ് എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഏറെ ശ്രദ്ധിക്കപ്പെട്ട മാർഗം, ശയനം തുടങ്ങിയ സിനിമകൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട്. മെഹബൂബ് എക്സ്പ്രസ് എന്ന കവിതയ്ക്ക് 2021 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. അൻവർ അലി സാറിനെ ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. പത്രപ്രവർത്തകയും തമിഴ് എഴുത്തുകാരിയുമാണ് കവിൻ മലർ. തമിഴ് സാഹിത്യത്തിൽ വേറിട്ട് നിൽക്കുന്ന ശബ്ദമാണ് കവിൻ മലറിൻ്റെത്. മേഡത്തിനെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഇന്ന് കവിത ഫ്രം കാശ്മീർ ടു കന്യാകുമാരി എന്ന ഈ സെഷൻ മോഡറേറ്റ് ചെയ്യാൻ എത്തിയിട്ടുള്ളത് ആദിൽ മഠത്തിലാണ്. കവിയും മാധ്യമ പ്രവർത്തകനുമാണ് ആദിൽ മഠത്തിൽ. വലിയപള്ളി റോഡാണ് ആദ്യ കവിതാ സമാഹാരം. ആഴ്ചപ്പതിപ്പുകളിലും സമാന്തര മാഗസിനുകളിലും വെബ് പോർട്ടലുകളിലും കവിതകൾ പ്രസിദ്ധീകരിക്കുന്നു. മോഡറേറ്ററായ ആദിൽ മഠത്തിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓവർ ടു യു സർ. Thank you very much, this festival people and all my friends. Kerala is a home to me. I often come here. I have a friend here. So every 2-3 years, either he comes to Kashmir with family or I come to Kerala with family. So just I'll narrate an incident and then I'll read my poem. I was traveling from Jammu to Kashmir by bus in Udhampur. 2025 വേദി 3 മഞ്ഞിൽ അടുത്ത സെഷൻ ആരംഭിക്കുകയാണ്. ആഴമേറും നിൻ മഹസാമാഴിയിൽ ഗുരു വാക്കും വിളിച്ചു. ഈ ഒരു സെഷനായി നമ്മൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഷൗക്കത്ത്, ഡോക്ടർ MA സിദ്ദിഖ്, ഡോക്ടർ സജിത KR, ബിനീഷ് പുതുപ്പണ എന്നിവരാണ്. ഏവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. Actually entered the industry, and how do you perceive the kind of films that are being made now, especially the women-centered movies? So first of all, I took a break only in 2016. Okay. അത് മാത്രമില്ലാതെ ഈവൻ ഫ്രം 2005 to 16 കുറേ സോഷ്യോ-കൾച്ചറൽ ചേഞ്ചസ് കേരളത്തിൽ നടന്നാലും അപ്പോഴും നമ്മൾ ആ സാധനങ്ങളെ കുറിച്ച് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഞാൻ വളരെ ഓപ്പണായി തന്നെ പറയുന്നത് 1-2 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ വലിയ വിലയൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ ഇവിടെയും പറയും, വേറെ ഒന്നുമല്ല. അതായത്
നാടകവേദി എന്ന് പറയുന്നത് വലിയ ലൈറ്റോ സെറ്റോ അല്ലെങ്കിൽ ഒരുപാട് പേര് കൂടി ചേർന്നിട്ട് ഉണ്ടാക്കിയ എന്താണ് പറയാ ആർക്കും മനസ്സിലാവാത്ത ബിംബങ്ങളോ മാത്രമല്ല, സാധാരണക്കാരുടെ ആണ് നാടകം. അവിടെ ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു 2 പെർഫോമേഴ്സ് ഇവിടെ വന്നിട്ട് ഇരുന്ന് സംസാരിക്കാനും ഒരു പെർഫോം ചെയ്യാനും നിങ്ങൾ തീരുമാനിച്ചു ഇവിടെ നിങ്ങൾക്ക് ഒരു നാടകം ഉണ്ടാക്കാൻ പറ്റും. ആ നാടകത്തിനെ കുറിച്ച് ഇവിടെ ആരും സംസാരിക്കുന്നില്ല. ഏതോ ഒരു ഡയറക്ടർ ഉണ്ടാക്കിയ വലിയ ദീപ സംവിധാനങ്ങളും അല്ലെങ്കിൽ വലിയ സെറ്റും ഒക്കെ ഉണ്ടാക്കിയ നാടകത്തിന്റെ ഇടയിൽ ആർക്കും മനസ്സിലാകാത്ത കുറെ പൊളിറ്റിക്സിന്റെ വിഷ്വലൈസേഷന്റെ ഇടയിലുള്ള കുറെ എന്താ പറയാ ഒരു തരം ഞാനിന്മേൽ കളിയുടെ ഒക്കെ ഭംഗിയെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. വിജയമാഷിന്റെ ഒരു വീഡിയോയിൽ സമ്മാനം വാങ്ങിയ ഏതോ പരീക്ഷയ്ക്ക് സമ്മാനം വാങ്ങിയ കുട്ടികളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങിൽ വിജയമാഷ് പറയുന്നുണ്ട്, ഇവിടെ കുട്ടികൾ സമ്മാനം വാങ്ങാൻ എത്തിയിരിക്കുന്നു. പക്ഷേ ഈ സമ്മാനം വാങ്ങാൻ എത്താൻ പറ്റാത്ത എത്രയോ കുട്ടികളുണ്ട്. അനുമോദിക്കപ്പെടാത്ത, ഈ സദസ്സിൻ്റെ മുൻനിരയിൽ ഇരിക്കാൻ യോഗ്യത കിട്ടാത്ത എത്രയോ കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടി കൂടിയാണ് സംസാരിക്കുന്നത് എന്ന് വിജയമാഷ് പറയുന്നു. അതുപോലെ പാതിര നമ്മളൊരു കല്യാണത്തിൻ്റെ കൂടെയോ പ്രണയത്തിൻ്റെ കൂടെയോ ഉള്ള ഒരു എഗ്രിമെൻറ്റിലല്ലല്ലോ നമ്മുടെ ഈ സ്നേഹവും ബഹുമാനവും സ്വാതന്ത്ര്യവും ഒക്കെ വന്നു ചേരുന്നത്. അതങ്ങനെ സംഭവിച്ചു പോകുന്നതായിരിക്കും. ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് അയാളുടെ ഭാര്യയോട് വളരെ എന്താണ് അയാളെന്ന് പറഞ്ഞ ഭാഷ ഭയങ്കര ജനാധിപത്യപരമായിട്ടാണ് പെരുമാറുക എന്നുള്ളതാണ്. വളരെ ക്ഷീണിച്ച് വീട്ടിലെത്തിയ കഴിഞ്ഞ സമയത്ത് ഭാര്യയോടൊരു ചായ ഉണ്ടാക്കി തരുമെന്ന് അയാൾ ചോദിക്കില്ല, പകരം നമുക്കൊരു ചായ ഉണ്ടാക്കാമെന്ന് പറയും. അയാൾ അത് പറഞ്ഞൊരു കാരണം അയാളുടെ അച്ഛൻ ചെറുപ്പത്തിൽ അമ്മയോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയിരുന്നത്. അത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ആയത് എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ കുറേ കാലം ഞാൻ വിചാരിക്കും മോശമായിട്ട് അച്ഛൻ പെരുമാറിയെന്നൊക്കെ വിചാരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് അച്ഛൻ മദ്യപിച്ചു വരികയും അമ്മയെ തല്ലു, നമ്മുടെ ഒരു സിനിമാറ്റിക് തോട്ട് അങ്ങനെയാണ് പോയത്. അയാളുടെ അച്ഛൻ മദ്യപിക്കാത്ത ആളെന്ന് എനിക്കറിയാം, ഒരു പാർട്ടി പ്രവർത്തകനാണ്, നാട്ടിൽ ഒരു മാതൃകയാണ്. അയാൾ വീട്ടിൽ ഇങ്ങനെയാണോ എന്നൊക്കെ ഞാൻ തെറ്റിദ്ധരിച്ചു. പക്ഷെ പിന്നീട് അയാൾ ഞാൻ ഇവരോട് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ചോദിച്ച സമയത്ത് ഇപ്പം പറഞ്ഞ അച്ഛൻ അമ്മയോട് മോശമായിട്ട് പെരുമാറുന്ന ഒരു സാധനം, അച്ഛൻ പുറത്തുനിന്ന് പോയി വന്നാൽ എടി എന്നൊരു വിളി വിളിക്കും. 5 മിനിറ്റിനുള്ളിൽ അമ്മ ചായ ആയിട്ട് വരും എന്നുള്ളതാണ്. ഈ എടി വിളിയാണ് അവൻ അച്ഛൻ അമ്മയെ, നമ്മൾ ചർച്ചയിൽ ആ എടി വിളിയെ പറ്റി പരാമർശിച്ചു ശബിത. എനിക്ക് അവൻ്റെ അച്ഛനെ അമ്മയെ നന്നായിട്ട് അറിയുന്നത് കൊണ്ട് ഒരു പക്ഷേ എന്നേ പറയാൻ പറ്റുള്ളൂ. ഒരു ദിവസം അവൻ്റെ അച്ഛൻ പുറത്തു പോയി വന്നാൽ എടി വിളിച്ചില്ലെങ്കിൽ അവൻ്റെ അമ്മയ്ക്ക് ഇന്നും പുള്ളിക്ക് എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടല്ലോ എന്ന് തോന്നും വിധത്തിലുള്ള ഒരു ഭയങ്കര സ്വാതന്ത്ര്യ സ്നേഹമൊക്കെ അവർ തമ്മിൽ. പലപ്പോഴും നമ്മൾ തെറി വിളിക്കുന്നത് ദേഷ്യം കൊണ്ട് മാത്രമല്ല സ്നേഹം കൊണ്ട് കൂടി ആണ്. മറ്റൊരാളെ ഹേർട്ട് ആവാത്ത വിധത്തിൽ ഇപ്പം ഞാൻ കൃഷ്ണൻ എന്തൊക്കെ തെറി വിളിക്കുന്നതാ, അതൊക്കെ സംഭവിക്കുന്നതാണ്. അതൊക്കെ സ്നേഹം കൊണ്ട് തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ പറയുന്നത് ഈ സ്വാതന്ത്ര്യവും പ്രത്യേകിച്ച് ദാമ്പത്യത്തില് ഈ സ്വാതന്ത്ര്യവും സ്നേഹവും വന്നു ചേരുന്നതാണ്. അതല്ലാതെ നമ്മൾ അവർക്ക് ഇത്തിരി സ്വാതന്ത്ര്യം കൊടുത്തു കളയാം. ഇല്ല സാർ, ഞാൻ വരുന്നില്ല എന്ന് തന്നെ പറഞ്ഞു. കാരണം ആ സമയത്ത് എനിക്ക് തോന്നുന്നു 16 എഡിഷൻ റാം കെയർ ഓഫ് ആനന്ദി കഴിഞ്ഞു. അതുമല്ല നമ്മളെ കേൾക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. പിന്നെ സാർ എന്നെ പിടിച്ച് നിർബന്ധപൂർവ്വം ഒരു സെഷൻ ഇട്ടു. അപ്പോൾ സെഷൻ ഇങ്ങനെ വരികയാണ് ഞാൻ. അപ്പോൾ എ റഹീം സാറിൻ്റെ സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേദി നിറഞ്ഞ് ആൾക്കാരിരിപ്പുണ്ട്. അപ്പം ഞാനിങ്ങനെ മനസ്സിലാലോചിക്കുക, സാർ അങ്ങ് പോകുമ്പോൾ കൂട്ടത്തോടെ ആൾക്കാരങ്ങ് ഒഴിഞ്ഞു പോകുമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഞാൻ ഇവിടെ വന്നിരുന്നപ്പോഴും ആൾക്കാരും പോയില്ല, അവരവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി ബുക്ക് വായിച്ച കുറേ ആൾക്കാർ കാണാനായിട്ട് വന്നതാണ്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരു 15 പേരെ എക്സ്പെക്ട് ചെയ്തെടുത്ത് നിന്നിട്ട് ഒരു 1500ഓളം ആൾക്കാരെ ഞാൻ മുന്നിൽ കണ്ടു. മുതിർന്നവർ ചെയ്യുന്നത് കണ്ട് അവർ ഇമിറ്റേറ്റ് ചെയ്യും. മുതിർന്നവർ ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഈ പറഞ്ഞാൽ അതിജീവനത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്, അവരത് ഇമിറ്റേറ്റ് ചെയ്യും. പിന്നെ അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളിയാണ്. എല്ലാ കുഞ്ഞുങ്ങളും, എല്ലാ ജീവികളുടെയും കുഞ്ഞുങ്ങൾ ബേസിക്കലി പ്ലേഫുള്ളാണ്. പറഞ്ഞാൽ പട്ടിക്കുട്ടിയും പൂച്ചക്കുട്ടിയും ഒക്കെ പ്ലേഫുള്ളാണ്. അവരുടെ കളി എന്ന് പറയുന്നത് പഠനത്തിൻ്റെ ഒരു രീതിയാണ്. ഈ 2 കാര്യങ്ങളും പഠനത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ള അറിയുന്നു. നമ്മൾ കുട്ടിയെ ആദ്യം പഠിപ്പിക്കുന്നത് കുട്ടി ഒരു ജീവി എന്ന നിലയിൽ അതിജീവനത്തിന് ഉപയോഗപ്പെടുന്ന ഒരു പ്രക്രിയയാണ്. ഉദാഹരണം, നമ്മൾ കുട്ടിയെ ABCD പഠിപ്പിക്കുന്നു. കുട്ടിക്ക് ഇതുകൊണ്ട് എന്താണ് ഇത്? മനുഷ്യൻ ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള സംവിധാനങ്ങളൊക്കെ നിലനിർത്തിയിരിക്കുന്നത് കൊണ്ട്
ഭാഷ പഠിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. വളരെ അടുത്തുള്ള ശ്രീമൂലം ക്ലബ്ബിൽ ഉച്ചനേരത്ത് ചില വിവാഹങ്ങൾക്ക് ഞങ്ങൾ പ്രാസംഗികരായി പ്രീ ഡിഗ്രി കാലത്ത് പോകാറുണ്ട്. നല്ല സദ്യയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ വിളിക്കാതെ വരുന്ന ഇത്തരം പ്രാസംഗികരെ കണ്ടെത്താൻ നിൽക്കുന്ന ചില അമ്മാവന്മാരൊക്കെ ഉള്ളപ്പോൾ അതിഗംഭീരമായി അവരെ അതിജീവിക്കാൻ നേരെ വരൻ്റെ അടുത്തേക്ക് പോയി, ചേട്ടാ പരീക്ഷയുണ്ട്, ഉണ്ണാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ വരൻ അമ്മാവനെ തന്നെ വിളിച്ചു പറയും, അമ്മാവ പിള്ളേർക്ക് പരീക്ഷ ഉള്ളതാണ്, ആദ്യം ആഹാരം കഴിച്ചു വിടാൻ പറയും. അപ്പം അങ്ങനെ കുട്ടിക്കാലത്തൊക്കെ പ്രാസംഗികനായി പോയിട്ടുള്ളത്. കൊമ്പിലിരുന്ന് ഫോട്ടോ എടുക്കുന്ന ജാന ചേച്ചി, കൊമ്പിലിരുന്ന് ഫോട്ടോ എടുക്കാത്ത സോളി ചേച്ചി. ആ എല്ലാം ഇതില ചെയ്യാം. സുഖാണോ? എന്തേലും പറയണ്ടേ? പറ. അങ്ങനെ 4ാമത്തെ ദിവസം, YLFന്റെ 4ാമത്തെ ദിവസം ഞാനും സോണി ചേച്ചിയും തിരിച്ച് നാട്ടിലേക്ക് പോവാണ് ഗൈസ്. സൈനിങ് ഓഫ് ഞങ്ങൾ രണ്ടും. ഫൈനലി വീട്ടിലെത്തി ഗൈസ്. അടുത്തൊരു വ്ലോഗായിട്ട് വരുന്നവരെ ടാറ്റാ.